എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ്സസ് യൂസ്ഫുൾ ആവാം. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഓൺലൈൻ ട്യൂഷനായിട്ട് മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. നമ്മൾ അടുത്ത പാരഗ്രാഫ് നോക്കുകയാണ്. ദശാമിമാം, ഈ അവസ്ഥയെ നിരീക്ഷിച്ചുകൊണ്ട് സൂരജായാഹ, യമുനാ നദിയുടെ തീരത്തിൽ സ്ഥിതം നിൽക്കുന്നവനായ ഹലായുധം ബാലഭദ്രനെ ഉപേത്യ സമീപിച്ച് കേജന ചില ഗോപാലകാഹ ഗോപാലകന്മാർ ഏവം അവദൻ ഇപ്രകാരം പറഞ്ഞു. ഭോ ബലദേവ, അല്ലയോ ബലദേവ, അസ്മാകം നമ്മുടെ പ്രദേശോ അയം ഈ പ്രദേശം ജലാഭാവേന ജലക്ഷാമം കൊണ്ട് ഉഷരാഭവതി മരുഭൂമിയായി ഭവിക്കുന്നു. അത്ര ഇവിടെ ജലമിതി ജലമെന്ന് വ്യവഹർത്തും പറയാൻ ഇതാനീം അസ്മാകം ഇപ്പോൾ നമ്മുടെ നേത്രാംബു കണമേവ കണ്ണുനീർ മാത്രമാണ് ശിഷ്ടമസ്തി അവശേഷിക്കുന്നത്. ഉന്നതവൃക്ഷാഹ മഹാവൃക്ഷങ്ങൾക്ക് പോലും അഭി പോലും ചണ്ഡാംശു കിരണൈഹി കടുത്ത സൂര്യകിരണങ്ങളേറ്റ് ശുഷ്കാഹ ഉണങ്ങിയവയായി ശുഷ്കാഹ ജാതാഹ ഉണങ്ങിയവയായി. തർഹി ഇപ്രകാരമാണെങ്കിൽ തൃണാനാം പുല്ലുകളുടെ കാര്യം കിമുദഹ പറയാനുണ്ടോ? അതാണ് ചോദ്യം വരെ. അടുത്ത പാരഗ്രാഫും കൂടി നോക്കാം. ഏതദാകർണ്യാഹ, ഇത് കേട്ടിട്ട് ആശ്രിതവത്സലനായ ഹലധരന്റെ ഹൃദയം കൃപാർദ്രം കൃപ കൊണ്ട് അഭവത് അലിഞ്ഞതായി തീർന്നു. ചിന്താമഗ്നഃ ചിന്തയിൽ മുഴുകിയ അദ്ദേഹം കാളിന്ദി നദിയുടെ തീരത്ത് നിശസാദ ഇരുന്നു. തസ്യ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വർഷകാലത്തെ ആകാശത്തിലെ നവപയോദ ഇവ പുതുമേഘത്തെ പോലെ കാഞ്ചന ചിന്ത ഒരു ചിന്ത പ്രാദുരഭൂത് ഉടലെടുത്തു. ജലസേചനാത് ഹൃദേ ജലസേചനം കൂടാതെ ഗോകുലത്തിൻ്റെ ദുരിത പരിഹരിക്കുന്നതിന് അന്യ ഉപായഃ നാസ്തി മറ്റൊരു ഉപായം ഇല്ല. ഏവം വിചിന്തയൻ ഇപ്രകാരം ചിന്തിക്കുന്നവനായിട്ട് കാളിന്ദീം അവദത് കാളിന്ദിയോട് പറഞ്ഞു. ഭോ കലിന്ദജേ, അല്ലയോ കലിന്ദജേ, അസ്തശോഭാം ശോഭ അസ്തമിച്ച ഗോകുലം കിം ന പശ്യാമി ഗോകുലത്തെ നീ എന്തുകൊണ്ട് കാണുന്നില്ല? ഹേ ഭൂലോകസേവിനി കാരുണ്യശാലിനി ഗോകുലവാസികളുടെ മുഖ്യ പയസ്വിനി ത്വകാരുണ്യമേവ നിന്റെ കാരുണ്യം തന്നെയാണ് തൃണാന്യേതാനി
ഈ പുല്ലുകൾ. തൃണാന്യേതാനി. തൃണാന്യേതാനി ഈ പുല്ലുകൾ. തവ പ്രേമ ഏവ നിന്റെ പ്രേമം തന്നെയാണ്. അത്ര ക്ഷീരരൂപേണ പ്രവഹതി നിന്റെ കാരുണ്യം ഇവിടെ എല്ലായിടത്തും പ്രവഹിക്കുന്നത്. അതഹ അതുകൊണ്ട് ഇവിടെ പ്രേമേവ അത്ര ക്ഷീരരൂപേണ പ്രവഹതി ഇവിടെ പാലിൻ്റെ രൂപത്തിൽ ഒഴുകുന്നത് എന്താണ്? നിന്റെ പ്രേമം തന്നെയാണ്. അതഹ അതുകൊണ്ട് പുനരപി വീണ്ടും തവ കൃപാം നിന്റെ കാരുണ്യം അത്ര സർവത്ര ഇവിടെ എല്ലായിടത്തും പ്രസാരയതു പരത്തിയാലും ഇതി പാർത്ഥയെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിയായി. ഹലായുധസ്യ ഹലായുധൻ്റെ മധുരോദാരം മധുരവും ഉദാരവുമായ ഇമാവാണീം ഈ വാക്കിനെ ശ്രോതും കേൾക്കുന്ന വിമുഖായിവാം താൽപ്പര്യമില്ലാത്ത സ സ്രോതസ്വിനി ആ നദി സ്വച്ഛന്തം തന്നിഷ്ടം പോലെ പ്രാവഹത് ഒഴുകി. തദ്ദൃഷ്ട അത് കണ്ടിട്ട് ബലഭദ്രൻ കോപാന്താഹ അഭവത് കോപാന്തനായി തീർന്നു. സക്രോധം ക്രോധത്തോടുകൂടി സ അവദത് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. സർവേഷു ജന്തേഷു എല്ലാ ജീവജാലങ്ങളും ജലാഭാവേന ജലമില്ലാതെ പീഡിതേഷു ദുഃഖിക്കുമ്പോൾ സത്സു സ്വന്തം സ്വകീയം ശുദ്ധജലം സ്വന്തം ശുദ്ധജലം വൃഥാ വെറുതെ ലവനാംബസി നിക്ഷിപസി കില വെറുതെ ലവന സമുദ്രത്തിൽ നിക്ഷേപിക്കുന്നുവല്ലോ. തവ ഗർവമിധാനി നിന്റെ അഹങ്കാരം ഹനിഷ്യാമി ഇപ്പോൾ ഞാൻ നശിപ്പിക്കും. ഏവമുക്ത ഇപ്രകാരം പറഞ്ഞിട്ട് സഹ അദ്ദേഹം ഹലേന ബലാത് കൽപ്പ കൊണ്ട് ബലാത്കാരമായി കലിന്ദജായാഹ കാളിന്തി നദിയുടെ തീരം വിധാര്യ തീരം മുറിച്ചിട്ട് തതഹ അവിടെ നിന്ന് ഗോവർദ്ധനം വരെ പയഹ പ്രണാലീം അകരോത് കൈത്തോടിനെ ഉണ്ടാക്കി. തേന മാർഗേന ആ വഴിയിലൂടെ യമുനാജലം കളകളാരവത്തോടുകൂടി കളകള ആരവത്തോടുകൂടി സഹ പ്രാവഹശ്ച ഒഴുകുകയും ചെയ്തു. ഗോപാസ്തു ഗോപന്മാര് ജലപ്രവാഹം കൊണ്ട് ഉദ്ഭൂതം ഉണ്ടായ മൃദ്ഗന്ധം പുതുമണ്ണിൻ്റെ ഗന്ധം ആഘ്രായ ആസ്വദിച്ചുകൊണ്ട് ആനന്ദനൃത്തം ചെയ്തുകൊണ്ട് ഏവം പ്രാർത്ഥയന്ത ഇപ്രകാരം പ്രാർത്ഥിച്ചു. സർവേഷാം ജീവജാലാനാം സർവസൗഭാഗ്യദായിനി സർവം സഹേയം ജനനി ക്ഷിതിരാദ്ര ഭവേത് സദാ. അപ്പം അതിൻ്റെ അന്വയം പറയാം. സർവേഷാം ജീവജാലാനാം സർവ സൗഭാഗ്യദായിനി സർവം സഹേയം ക്ഷതി ഇയം ജനനി സദാ ആദ്രാ ഭവേത. ഒന്നും കൂടി പറയാം. സർവേഷാം ജീവജാലാനാം സർവസൗഭാഗ്യദായിനി സർവം സഹേയം ക്ഷതി ഇയം ജനനി സദാ ആദ്രാ ഭവേത.
അതിൻ്റെ അർത്ഥം പറയാം. എല്ലാ ജീവജാലങ്ങളുടെയും സർവ സൗഭാഗ്യദായിനിയായവളെ, എല്ലാം സഹിക്കുന്ന ഈ ഭൂമി മാതാവ് എല്ലായ്പ്പോഴും നനവുള്ളവയായി ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. എല്ലാ ജീവജാലങ്ങളുടെയും സർവ സൗഭാഗ്യദായിനിയായവളെ, എല്ലാം സഹിക്കുന്ന ഈ ഭൂമി മാതാവ് എല്ലായ്പ്പോഴും നനവുള്ളവയായി ഭവിക്കട്ടെ. അതിൻ്റെ പദത്തിൻ്റെ അർത്ഥങ്ങൾ പറയാം. ക്ഷിതി ഭൂമി, അനാവൃഷ്ടി മഴയില്ലായ്മ, അജലഹ പർവ്വതം, സാനുപ്രദേശ താഴ്വാരം, തത്രസ്ഥാഹ അവിടെയുള്ള, പശുപാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലി വളർത്തൽ, കാർഷിക വൃത്തി കൃഷി ചെയ്യൽ, ഗ്രീഷ്മതാപേന വേനൽ ചൂടുകൊണ്ട്, കൽപ്പഹ തുല്യം അല്ലെങ്കിൽ സദൃശം, സംവൃത്ത ആയി തീർന്നു, പ്രചണ്ഡതാപേന കഠിനമായ ചൂടുകൊണ്ട്, ദ്വാരകാദഹ ദ്വാരകയിൽ നിന്ന്, ബലഭദ്ര ബലരാമൻ, അന്വപശ്യത് കണ്ടു, ഉഷ്ണവാദ ചൂടുകാറ്റ്, ധൂലികാലാപ പൊടിയുടെ സമൂഹം, മഹാതരു വലിയ വൃക്ഷം, പത്രം ഇല, ശുഷ്കം ഉണങ്ങിയ, വത്സാഹ കുട്ടികൾ, ആരവഹ ശബ്ദം, ദുർദശ വിഷമാവസ്ഥ, നിശമ്യ കേട്ടിട്ട്, സീരപാണി ബലരാമൻ. അപ്പോൾ ബലരാമൻ്റെ 2 വാക്കുകൾ നമ്മൾ പഠിച്ചു. ബലഭദ്രനും പഠിച്ചു, സീരപാണിയും പഠിച്ചു. ഇതൊക്കെ സമാനാർത്ഥത്തിൽ ചോദിക്കാം, അല്ലെങ്കിൽ പര്യായ പദത്തിലും ചോദിക്കാം. നിതരാം ഏറ്റവും, സൂരജാഹ കാലിന്തി, ഹലായുധ ബലരാമൻ, വേറെ വാക്കാണ് ഹലായുധൻ. ഉഭേത്യ സമീപിച്ചിട്ട്, ഉഷര മരുഭൂമി, ചണ്ഡ ശുകീരണൈഹി സൂര്യകിരണങ്ങളെ കൊണ്ട് നിശസാദ ഇരുന്നു, നവപയോധ പുതുമേഘം, ഹൃദയ കൂടാതെ, ഉപായ മാർഗം, അസ്തശോഭം ശോഭ നശിച്ചവളെ, വിമുഖ താല്പര്യമില്ലാത്തവൾ, സ്രോതസ്വിനി നദി, സ്വച്ഛന്തം സ്വന്തം, വിമുഖ താല്പര്യമില്ലാത്തവൾ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്നാണ് സ്വച്ഛന്തം. ലവനാംബസി സമുദ്രജലത്തിൽ, ലവന അംബസി അതാണ് സമുദ്രജലത്തിൽ. കളിന്ദജായാം കാലിന്തിയുടെ, പ്രണാളി കൈത്തോട്, മൃതഗന്ധം മണ്ണിൻ്റെ ഗന്ധം, ആക്രായ മനപ്പിച്ചിട്ട്, ആനന്ദ നൃത്തം. ഇത് ഈ ശ്ലോകത്തിൻ്റെ മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇനി പദച്ഛേദം നോക്കിക്കോളൂ. സമ്പന്നോ ഭവതി, സമ്പന്നഃ ഭവതി, ശുഷ്കാനി അപതൻ, പ്രദേശോ അയം, പ്രദേശഃ അയം, ഏതദ് ആകർണ്യ, നാസ്തി അസ്തി, നവപയോധ ഇവ, തൃണാനി ഏതാനി, പുനരഭി പുനഃ അഭി, സഹ ഹലേന. മരുപ്രദേശകൽപ്പഃ, മരുശ്ച അസോ പ്രദേശഃ, മരുപ്രദേശഃ ഈഷദൂൻ മരുപ്രദേശഃ, സശോകം ശോകേന സഹ വർത്തതെ, ഹലധരഃ ധരതി ഇതി ധരഃ, ഹലസ്യ ധരഃ, ഹലായുധഃ ഹലം, ആയുധഃ യസ്യ സഹ, ദുർദശ ദുഷ്ടദശ, ക്ഷീരപാനി ക്ഷീരഃ പാനോ യസ്യ സഹ, നവപയോധഃ നവശ്ച അസോ പയോധഃ ച, ചണ്ഡാംശു കിരണൈഃ ചണ്ഡാഃ അംശവഃ അസ്യ ഇതി ചണ്ഡാംശുഃ, ചണ്ഡാംശോ കിരണാഃ തേ, ഭൂലോകസേവിനി ഭൂലോകസ്യ സേവിനി, കാലിന്ദ്യാത് പ്രഭൂത, സർവം സഹതേ ഇതി, സർവം സഹതേ ഇതി, കോപാന്തഃ കോപേന അന്തഃ യഃ സഹ, അംബാരവം അംബ ഇതി രവഃ തം. ഇത്രയേ ഉള്ളൂ 2ാമത്തെ ചാപ്റ്റർ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എൻ്റെ വീഡിയോസും ഷോർട്സും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുന്നത്.
അപ്പോൾ കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഓൺലൈൻ ട്യൂഷനായിട്ട് മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു.